നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. ഈ നാമജപാദികളൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നിരവധി ആൾക്കാര് പലരും ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തിരുമേനി നമഃശിവായ ജപം കഴിഞ്ഞാൽ നാരായണ ജപിക്കാവോ? നാരായണായ നമാന്ന് ജപിച്ചാൽ ഗം ഗണപതിയെ നമാന്ന് ജപിക്കാവോ? അങ്ങനെയൊക്കെ ഒരു നാമം ജപിക്കുന്ന ആള് വേറൊരാള് നാമം ജപിക്കാവോ എന്നൊക്കെ. അപ്പൊ ഏതൊക്കെയോ വീഡിയോകൾ കണ്ടു, അതിനകത്ത് ഇങ്ങനെ നാമം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നാമേ നിങ്ങൾ ജപിക്കാവുള്ളൂ, ഒരു ദിവസം മറ്റൊരു ദിവസം വേറെ നാമം ജപിച്ചോണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയണേ കണ്ടു എന്നും പറഞ്ഞ് എന്നെ പലരും വിളിക്കാറുണ്ട്. അപ്പം ദേവാദിദേവനായി നിൽക്കുന്ന ഭഗവത് സ്വരൂപങ്ങളെ, ഈശ്വരന്മാരുടെ മുഴുവൻ സ്വരൂപങ്ങളെയും, ദേവിയായാലും മഹാദേവനായാലും മഹാവിഷ്ണു ആയാലും ഗണേശനായാലും സുബ്രഹ്മണ്യനായാലും ശ്രീരാമചന്ദ്രസ്വാമി ആയാലും ശ്രീകൃഷ്ണനായാലും നരസിംഹമായാലും എല്ലാം ദേവസ്വരൂപങ്ങളാണ്. മനുഷ്യർ തമ്മിൽ കാണിക്കുന്ന പരസ്പരമായി നിൽക്കുന്ന ആ അകൽച്ചകളോ മറ്റു കാര്യങ്ങളോ ഒരു ഈശ്വര സങ്കല്പത്തിലുമില്ല. ഈശ്വര ആരാധന എന്ന് പറഞ്ഞാൽ നന്മയിലേക്കുള്ള വഴി എന്നുള്ളതാണ്, അല്ലാണ്ട് വഴക്കിലേക്കുള്ള വഴി എന്നുള്ളതല്ല. നിങ്ങളുടെ ഇഷ്ടമൂർത്തി നാമജപം അത് വേറൊന്നായിരിക്കാം. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു ദേവനെ ആയിരിക്കാം. നിങ്ങളുടെ ദശാസന്ധി അനുസരിച്ച് നിങ്ങൾ മറ്റൊരു ദേവനെ തിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വിദ്യയ്ക്കോ ജോലിക്കോ ആയിട്ട് നിങ്ങൾ ഒരു ദേവനെ ഭജിക്കുന്നുണ്ടാവും. എങ്ങനെയൊക്കെ ജപിച്ചാലും ഏതൊക്കെ കാര്യത്തിനാണെങ്കിലും ചിലപ്പോൾ ഓരോ കാര്യത്തിലും ഓരോരുത്തരും ഓരോ നാമജപാദികളായിരിക്കും. അപ്പൊ ഒരു ദിവസം ഇന്നതേ ജപിക്കാവുള്ളൂ, ഒരു ദിവസം ഇന്നത് പാടില്ല, അല്ലെങ്കിൽ ഒരു ജപം കഴിച്ച അന്നത്തെ ദിവസം ആ ദേവനെ മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരുവിധ ശാസ്ത്രീയമായ ആചരണത്തില് ആചാരങ്ങളുടെ ഒരടിത്തറയില്ല. നിങ്ങളുടെ വിശ്വാസം നമ്മുടെ ഈശ്വര വിശ്വാസമാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മുടെ ഈശ്വര ചിന്തകളാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. ഈശ്വര ചിന്തയിൽ നമ്മുടെ സന്തുഷ്ടമായ ആ മനസ്സാണ് നമ്മുടെ ജപാദികൾ എന്ന് പറയണേ. നമ്മൾക്ക് ഇപ്പൊ നിങ്ങളിപ്പോ 336 രൂപ അല്ലെങ്കിൽ 1008 രൂപ അല്ലെങ്കിൽ ഈ പറഞ്ഞ 144 രൂപ അല്ലെങ്കിൽ 108 രൂപ ആണ് നിങ്ങളൊരു നാമം ജപിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നാമങ്ങൾ മുഴുവൻ ജപിക്കാം. ഇന്ന ദിവസമേ ഇന്നത് പാടുള്ളൂ, അങ്ങനെ നിയമം ഇത്രയോ ഇന്ന ദിവസം ഇന്നതേ ജപിക്കാവുള്ളൂ അങ്ങനെയില്ല. പക്ഷെ ഞായറാഴ്ച ദിവസം ശിവനും സൂര്യനും പ്രാധാന്യം കൊടുത്ത്, തിങ്കളാഴ്ച ദിവസം ദേവിക്ക് പ്രാധാന്യം കൊടുത്ത്, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും പ്രാധാന്യം കൊടുത്ത്, ബുധനും വ്യാഴം ശ്രീകൃഷ്ണൻ, ബുധനാഴ്ച ഹനുമാൻ സ്വാമിക്കും മഹാവിഷ്ണുവിനും പ്രാധാന്യം കൊടുത്ത്, വ്യാഴാഴ്ച ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവിനും പ്രാധാന്യം കൊടുത്ത്, വെള്ളിയാഴ്ച ദുർഗയ്ക്കും ശ്രീഭഗവതിക്കും പ്രാധാന്യം കൊടുത്ത്, ശനിയാഴ്ച അയ്യപ്പന് പ്രാധാന്യം കൊടുത്ത് നാമം ജപിക്കാം. പക്ഷെ ആ നാമം ജപിക്കുന്നതോടൊപ്പം നിങ്ങൾ ജപിക്കുന്ന ഇഷ്ട ദേവന്മാരുടെ മുഴുവൻ നാമങ്ങളും ജപിക്കാം. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. അതാത് ദിവസത്തെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതാത് ദേവന്മാരെ പ്രാർത്ഥിക്കാം. നമ്മുടെ ദശ നാഥൻ ആരാണോ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്താനുള്ള നാമം ജപിക്കാം. നമ്മുടെ കുലദേവതയുടെ നാമജപാദികൾ ചെയ്യാം. നമ്മുടെ ജാതകത്തിൽ ഇപ്പം ആരെയാണോ പ്രാർത്ഥിക്കേണ്ടത് ആ ഈശ്വരന്റെ നാമജപാദികൾ ജപിക്കാം. അല്ല നമ്മുടെ ഇന്നിപ്പോ ജോലിക്ക് വേണ്ടിയാണ് വിഷ്ണുഭദനാണ് ചെയ്യണേ, അല്ല തടസ്സങ്ങളാണ് ഗണപതി ഭദനാണ് ചെയ്യണേ, അല്ലെ വിവാഹത്തിലാണ് ശിവപാർവതിമാരെയാണ് പ്രാർത്ഥിക്കണേ, അതെല്ലാം ചെയ്യാം. നിങ്ങളുടെ മനസ്സ് മതി എന്ന് പറയുന്നത് വരെ, അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്നേരം വരെ ഏത് ഈശ്വരനെ പ്രാർത്ഥിച്ചാലും ഒരു വിരോധവുമില്ല. ഏത് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതല്ല, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാധാന്യ കാര്യം. ജപിക്കുക എന്നുള്ളതാണ് പ്രാധാന്യ കാര്യം. ജപിക്കേണ്ടത് നമുക്ക് വേണ്ടി കൃത്യമായ സമയത്ത് കൃത്യമായ സന്ധ്യകളിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ പുണ്യകർമ്മത്തിലേ പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് ഒരു ജപം കഴിഞ്ഞാൽ മറ്റത് ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ ആചരണവുമില്ല. നിങ്ങൾക്ക് ജപിക്കാം, ധൈര്യമായിട്ട് ജപിക്കാം, യാതൊരു സംശയം വേണ്ട. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞു, സ്ഫടികത്തിന്റെ മാല അല്ലെങ്കിൽ ചന്ദനത്തിന്റെ മാല നമഃശിവായ ജപിച്ചാൽ അത് നാരായണയ്ക്ക് എടുക്കാൻ പാടില്ല, അങ്ങനെയും പറയുന്ന കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ 108 രൂപ അല്ലെ 54 രൂപന്റെ മുത്തുകൊണ്ടാണ് നമ്മൾ ജപിക്കുന്നത്. പണ്ടത്തെ കാലത്ത് എണ്ണം പിടിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നമ്മൾ പൂജയല്ല ചെയ്യണേ, ജപാദികളാണ് ചെയ്യണേ. പൂജകൾ കഴിക്കുമ്പോഴാണ് ഒരു ലോഹത്തിലേക്കോ ഒരു മറ്റേ വസ്തുവിലേക്കോ ഈശ്വര ചൈതന്യം ലയിച്ചാൽ അതിലേക്ക് മറ്റൊന്നും ലയിക്കാൻ പാടില്ല എന്ന് പറയണേ. നിങ്ങൾ ജപിക്കുന്ന ആ ജപമാല
ഏതൊക്കെ മന്ത്രം കൊണ്ട് ജപിച്ചാലും നിങ്ങൾക്ക് ദോഷമുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊരു പൂജ കഴിച്ച് ശക്തിപ്പെടുത്തുന്നതല്ല, നാമജപയ്ക്ക് ജപിക്കാവുന്ന കയ്യിലെ ഒരു ഉപകരണം മാത്രമാകുന്നു അത്. ആ ജപാദികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അത്. അതിന് ചൈതന്യം ഉണ്ടാവും, ഉറപ്പായിട്ടും ചൈതന്യം ഉണ്ടാവും. അതിന് സർവ്വ ഈശ്വരന്മാരുടെയും ചൈതന്യം ഉണ്ടാവും. സർവ്വ ഈശ്വരന്മാരുടെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവായി മാറും. നമ്മൾ ജപിക്കുമ്പോൾ ജീവനുള്ള ശരീരമായ നമ്മൾക്ക് എല്ലാ ഈശ്വര ചൈതന്യവും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, എല്ലാ ഈശ്വരാനുഗ്രഹവും നമ്മളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാലയ്ക്കും അതേ ശക്തി തന്നെ ഉണ്ടാവും. അല്ലതുകൊണ്ട് ഓരോന്നിനും ഓരോ മാല വാങ്ങണം എന്നും പറഞ്ഞ് കേൾക്കാണ്ട്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളും നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ രീതികൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിൽ എത്രമാത്രം നാമം ജപിക്കാവോ, ഏതൊക്കെ ദേവന്മാരെ ജപിക്കാവോ, അത് നമ്മുടെ പുണ്യം തന്നെയാണ്, നമ്മുടെ നന്മ തന്നെയാണ്, നമ്മുടെ ഐശ്വര്യം തന്നെയാണ്, നമ്മുടെ ശ്രേഷ്ഠത തന്നെയാണ്. ജപാദികൾക്ക് യാതൊരുവിധ അങ്ങനെ ഒരു ലിഖിതമായ നിയമങ്ങളില്ല. ആചാരത്തിൽ അനാചാരങ്ങൾ ഉണ്ടാവുമെന്ന് പണ്ട് ശങ്കരാചാര്യർ പറഞ്ഞവര് ചിലതങ്ങനെ പറയും. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഈശ്വരനെയാണ് ചിന്തിക്കേണ്ടത്, ഈശ്വര നാമങ്ങൾ ചിന്തിക്കുക. ഒരു അമ്പലത്തിൽ പോയി ഇപ്പം അവിടെ 5 മൂർത്തി ഉണ്ടെങ്കിൽ ഒരു മൂർത്തിയെ തൊഴാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും നമുക്ക്? 5 മൂർത്തിയെ നമ്മൾ തൊഴും എന്ന് പറയണ പോലെ തന്നെ നമ്മൾക്ക് എത്ര ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കുക. അല്ലാണ്ട് ഇന്ന് ഒന്ന് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു നിഷ്കർഷ നമ്മുടെ സനാതന ധർമ്മത്തിലില്ല. എത്ര നേരം ജപിക്കാവോ, എത്രമാത്രം ജപിക്കാവോ, എവിടം വരെ ജപിക്കാവോ അത് മുഴുവൻ ചെയ്തോളൂ. ജപത്തില് നിർബന്ധമായിട്ട് നമ്മുടെ ദശാനാഥനെ പ്രീതിപ്പെടുത്തണം, ആ ദിനത്തിന്റെ നാഥനെ പ്രീതിപ്പെടുത്തണം. ഐശ്വര്യത്തിന് നമ്മുടെ ലക്ഷ്യത്തിന് എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യകാരകനായ ഈശ്വരനെ പ്രീതിപ്പെടുത്തണം. അതെല്ലാം ഒരു ജ്യോതിഷന്റെ സഹായം വേണമെന്ന് മാത്രം. പക്ഷെ ജപാദികൾ നടത്തുക, എത്ര വേണേ നടത്തുക, അതുകൊണ്ട് ഒരു ദുരിതവും വരാൻ പോകുന്നില്ല, ഒരു സങ്കടവും വരാൻ പോകുന്നില്ല. അത് കൃത്യമായി പൊക്കോളുക. ജപമാണ് പ്രാധാന്യം, ലക്ഷ്യമാണ് പ്രാധാന്യം, അനുഗ്രഹമാണ് പ്രാധാന്യം, മറ്റൊന്നുമല്ല. നമ്മുടെ ഈ സ്ഥൂലമായ ശരീരത്തേക്ക് സൂക്ഷ്മമായി നിൽക്കുന്ന ഭഗവത് കിരണങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും വന്ന് അനുഗ്രഹകലയെ അടിയുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജപാദികൾക്ക്. ആ ജപത്തിന് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ധൈര്യസമേതം എത്ര നേരം വേണേലും എന്തുമാത്രം വേണേലും ജപിച്ചോളൂ. ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. നമസ്കാരം. ഗോവിന്ദ നമ്പൂതിരി.